ഓണം എത്തിയില്ലേ? ഓണം എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ മാത്രം ഉത്സവമല്ല, കുടുംബങ്ങൾ ഒന്നിക്കുന്ന സ്നേഹത്തിന്റെ കൂടി ആഘോഷമാണ്. അപ്പോൾ ആ ഉത്സവത്തിന് മാറ്റുകൂട്ടാൻ, കൂടുതൽ മിഴിവേകാൻ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളും ടിവികളും ലാപ്ടോപ്പുകളും ഹോം അപ്ലയൻസുകളും അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. എറണാകുളത്തെ മറൈൻ ഡ്രൈവിലുള്ള മൈജി എപ്പിക് ഷോറൂമിലേക്ക് പോകുന്നുള്ളൂ, നിങ്ങൾ ഞെട്ടും. ബ്രഹ്മാണ്ഡ സെയിലാണ് കേട്ടോ. ഗാഡ്ജറ്റുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഒക്കെ അപ് ടു 75% ഓഫറാണ്. കേരളത്തിലെ 12 മൈജി ഷോറൂമുകളിൽ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും. 35,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായി കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മൈജി ഷോറൂം, അതാണ് മറൈൻ ഡ്രൈവിലെ ദ എപ്പിക് മൈജി ഷോറൂം. ഇവിടെ കിട്ടാത്ത ഗൃഹോപകരണങ്ങളില്ല. അങ്ങനെ വെറുതെ വാങ്ങണ്ട, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന ഷോറൂമാണിത്. അപ്പൊ നമുക്കൊരു വാഷിംഗ് മെഷീൻ എക്സ്പീരിയൻസ് ചെയ്യാം. വ്യത്യസ്ത ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീനുകളാണ് ഇവിടെ വന്ന് നോക്കി മാത്രം വാങ്ങാം, അതായത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാം. എങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴുകി നോക്കി ചളി പോകുന്നുണ്ടോ, വൃത്തിയായോ എന്നൊക്കെ നോക്കി മാത്രം വാങ്ങിയല്ലോ. മറൈൻ ഡ്രൈവിലെ മൈജിയുടെ എപ്പിക് ഷോറൂമിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളതെല്ലാം പുത്തൻ മോഡലുകളാണ്, 2026 മോഡലുകൾ. അതിൽ ആകർഷകമായ ഒരുപാട് ഓഫറുകളാണുള്ളത്. ടീച്ചേഴ്സിന് പറ്റിയത്, സ്റ്റുഡൻസിന് പറ്റിയത്, അങ്ങനെ എല്ലാ ഓഫറുകളും. കേരളത്തിൽ തന്നെ ഈ ഒരു വിലയ്ക്ക് ഇതുപോലെ നിങ്ങൾക്ക് മറ്റെവിടെയും കിട്ടില്ല. വേഗം വന്നോളൂ, പെട്ടെന്ന് കൈക്കലാക്കിക്കോളൂ. മൈജി ഓണം മാസോണം, ഓണം മാസാക്കാനുള്ള ഓഫറുകൾ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. Ladies and gentlemen, welcome to the prize distribution ceremony of the Reporter MyG World Cup Winner Prediction Contest. നമുക്കറിയാലോ അല്ലേ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് അതൊരു വികാരമാണ്, ആവേശമാണ്, ആഘോഷമാണ്. അത്രയും ആവേശത്തോടു കൂടി നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു ലോകകപ്പ് കാലത്തെ അത്രയും ആർജവത്തോടെ, ആവേശത്തോടെ, എനർജറ്റിക്കായി വരവേറ്റവരാണ് നമ്മൾ. ഫുട്ബോളിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എല്ലാ കായിക പ്രേമികൾക്കും സന്തോഷപൂർവ്വം എല്ലാവരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ലെറ്റ്സ് സെലിബ്രേറ്റ് ദ വിന്നേഴ്സ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഫുട്ബോൾ ടുഗദർ. റിപ്പോർട്ടർ മൈജി വേൾഡ് കപ്പ് വിന്നർ പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ഗ്രാൻഡ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണിയിൽ ഈ വേദിയിൽ ഏറെ ബഹുമാനപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് റിപ്പോർട്ടർ TV കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ. വെൽക്കം സർ. ലോകത്ത് എവിടെ പന്തുരുളുമ്പോഴും അതിൻ്റെ ഒരു ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേഗത, ആ സ്പന്ദനം ഏറ്റവും വലിയ എനർജിയോട് കൂടി ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ. ഒരുപക്ഷെ അത് നേരിട്ട് അറിയുന്ന ഒരാളാണ് താങ്കൾ. എക്സാക്ട്ലി. ഫിഫയുടെ ഇപ്പോഴത്തെ ഡോക്യുമെൻ്ററിയിൽ പോലും കേരളത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പോകുമ്പോൾ ഒരു സംസ്ഥാനം എങ്ങനെയാണ് ചരിത്രമാകുന്നത് എന്നാണ്. ഇപ്പോൾ സീരീസിൽ അത് അവൈലബിൾ ആണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്പെയിൻ ഈ വേൾഡ് കപ്പ് കൊണ്ടുപോകും എന്ന് ഞാനടക്കം വളരെ കുറച്ച് ആളുകൾ മാത്രം വിശ്വസിച്ചിരുന്ന ഒരു മത്സരമാണ് കടന്നുപോയത്. ഇറ്റ് വാസ് വെരി ടഫ്. അർജന്റീന അപാര ഫോമിലാണ്, മറുഭാഗത്ത് ഫ്രാൻസ് നിൽക്കുന്നു, എംബാപ്പയുടെ കിടിലൻ ഫോം, ഒരു ഭാഗത്ത് ഹാരി കെയ്ൻ ഇംഗ്ലണ്ട് നിൽക്കുന്നു, ഗംഭീര ഫോം നിൽക്കുന്നു, ഹാലൻഡ് ഇടയ്ക്ക് വന്ന് ഞെട്ടിക്കുന്നു, ബ്രസീൽ അൺഫോർച്ചുനേറ്റ്ലി പുറത്താവുന്നു, എല്ലാവരും അർജന്റീനയ്ക്ക് എതിരാവുന്നു. സോ ഡ്രമാറ്റിക്, ബട്ട് ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. അതിനിടയിലാണ് നമ്മുടെ മത്സരം കൂടി വന്നപ്പോൾ ഇറ്റ് വാസ് സോ വണ്ടർഫുൾ. നമുക്ക് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മൾ പറയില്ലേ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്, അങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് തോന്നുന്ന ഒരാളാണ്. കേരളത്തിൽ മൊബൈൽ റീറ്റെയിൽ രംഗത്തിന് പുതിയ ദിശ നൽകിയ ആളാണ്. ഒരുപാട് പേർ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഈ സാങ്കേതിക വിദ്യയെ ജനങ്ങളോട് ഏറെ ചേർത്ത് നിർത്തിയ ഒരു വ്യക്തി ഞാൻ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കരഘോഷത്തോടെ സ്വാഗതം ചെയ്യാം മൈജി ചെയർമാൻ ശ്രീ AK ഷാജിയെ. വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. റിപ്പോർട്ട് ചാനലിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. അത് യാദൃശ്ചികമായിട്ട് എല്ലാവർക്കും അറിയാം, പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു ഗെയിമാണ് ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പ് ആയാലും. അപ്പം അങ്ങനെയുള്ള ഒരു ദിവസത്താണ് ഞാൻ ആൻറ്റോഞ്ചിയെ രാവിലെ വിളിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ് നമുക്ക് ഒരു കാറ് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ റഫ് വാഷ്, അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനൊന്നും നോ പറഞ്ഞില്ല. അപ്പോൾ ഓക്കെ അടിച്ചു ഞാൻ ആ സമയത്ത് തന്നെ. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഞാനിപ്പോൾ നോക്കുന്നത്
ഞാൻ ഇത്രത്തോളം ശരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 14 ലക്ഷം പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം പേര് മൈജിയിൽ വന്ന് QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ 112 പേരാണ് 110 പേരിലാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ ഒരു സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൽ 4 പേരെ വിജയിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പേര് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, ലക്ഷക്കണക്കിന് പേര്. അവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ താങ്ക്സും അറിയിക്കുകയാണ്. താങ്ക് യു. മാത്രമല്ല ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. അത് ഓണമാണ് വരാൻ പോകുന്നത്. അപ്പോൾ മൈജി ഇക്കൊല്ലം എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും സമ്മാനം കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ ഓണം കേരളം മാത്രമല്ല ഇന്ത്യ, നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ ഇതുവരെ കാണാത്ത അത്രയും വലിയ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായിട്ടാണ് ഈ പ്രാവശ്യം മൈജി വരുന്നത്. 30 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളാണ്. അപ്പോൾ അതിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട്, എണ്ണി തീരാൻ പറ്റാത്ത അത്രയും സമ്മാനങ്ങളുണ്ട്. 20 കാറുകളുണ്ട്, ബൈക്കുകളുണ്ട്, 25 ബൈക്കുകളുണ്ട്. അതേപോലെ 1 ലക്ഷം വീതം 100 പേർക്കുണ്ട്. ഇൻ്റർനാഷണൽ ട്രിപ്പ് 50 പേർക്കുണ്ട്. 500 വാഷിംഗ് മെഷീൻ ഉണ്ട്, 500 TV ഉണ്ട്, 250 സ്മാർട്ട് ഫോൺ ഉണ്ട്, 1000 പേർക്ക് മിക്സി ഉണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും ഗിഫ്റ്റുകൾക്ക് പുറമെ ബമ്പർ പ്രൈസ് ആയിട്ട് ഈ പ്രാവശ്യം ഒരു BMW കാറുണ്ട്. ഓണം അല്ലേ? നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാ പ്രാവശ്യവും നമ്മളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഓണം 45 ദിവസം കൊണ്ടാണ് ഈ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ ഈ കസ്റ്റമേഴ്സിന് നൽകുന്നത്. ഇപ്പൊ നമ്മളുടെ തന്നെ പ്രവചനം വന്ന് 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ സമ്മാനം കൊടുക്കുകയാണ് അല്ലേ? അതെ അതെ. കാരണം അത് നമ്മൾ നീട്ടിക്കൊണ്ടുപോയാൽ ആ കസ്റ്റമേഴ്സിന് നമ്മളോടുള്ള ട്രസ്റ്റ് ഇഷ്യൂ വരും. കാരണം നമ്മൾ കുറേ വർഷങ്ങളായി, ഇപ്പം നമ്മൾ സീസൺ 4 ആണ്, ഈ മൈജി ഓണം മാസോണം സീസൺ 4ലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 25 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് 60 കോടിയുടെ മേലെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കൊടുത്തിട്ടുണ്ട്. 25 കോടി ഞങ്ങൾ പറഞ്ഞതാണെങ്കിൽ ഈ വർഷവും ഞങ്ങൾ പറയുന്നത് 30 കോടിയാണെങ്കിലും ഏകദേശം ഞങ്ങൾ വിചാരിക്കുന്ന ബിസിനസ് ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഏകദേശം 80 മുതൽ 100 കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളായിരിക്കും ഈ പ്രാവശ്യം. നമ്മൾ ഈ ഡിജിറ്റലിലൂടെ ഈ ഒരു ലോകകപ്പ് കാലത്ത് പറക്കുന്ന വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത്. മില്യൺ വ്യൂകൾ നേടിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ, അത് ഞങ്ങളുടെ സ്പോർട്സ് ചാനലിൻ്റെ ഭാഗമായിട്ടും ഡിജിറ്റൽ വിങ്ങിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗമായിട്ടും ചെയ്ത വീഡിയോകൾ പറക്കുകയായിരുന്നു. അങ്ങനെ ആ വീഡിയോകൾ പറക്കാൻ ഞങ്ങളെ പറപ്പിച്ച ഒരാളുണ്ട്. ഔപചാരികതകളൊന്നുമില്ലാതെ ഞങ്ങൾ വിളിക്കും ഞങ്ങളുടെ സുജി സാർ എന്ന്. സോ നമുക്ക് വെൽക്കം ചെയ്യാം ഞങ്ങളുടെ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ. വെൽക്കം സാർ. ഈ മൈജിയും റിപ്പോർട്ടർ TVയും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 16 വർഷത്തോളമായിട്ടുണ്ടാവും. ഈ 16 വർഷത്തിനിടയ്ക്ക് മൈജി റിപ്പോർട്ടർ TVനെ പല ഘട്ടത്തിലും പല രൂപത്തിലും സഹായിച്ചിട്ടുണ്ട്. അതിൽ മൈജിക്ക്, പ്രത്യേകിച്ച് ഷാജിക്ക് എല്ലാവിധ നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ മിനിസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വെറുതെ ഹാർദ്രമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട നമ്മുടെ സമ്മാന ജേതാക്കളോട് എത്തിയിട്ടുണ്ട്. അവരെയും വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ റിപ്പോർട്ടറിൻ്റെ MD ഉണ്ട് ഇവിടെ. അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട പല ഗസ്റ്റുകളും എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചെത്തിയതാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതവും നന്ദി അർപ്പിക്കുന്നു. ഫുട്ബോളിൻ്റെ ആ ലോകകപ്പിലെ ഓരോ കളികളുടെയും അപ്ഡേറ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ട് PCR-ലാണോ ഇരിക്കേണ്ടത് PCR-ൽ അല്ലെ ഡെസ്കിലാണോ ഇരിക്കേണ്ടത് ഡെസ്കിലുണ്ടാവും. ഞങ്ങളുടെ അമരക്കാരൻ, ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞങ്ങളുടെ മേധാവിയെ വിളിക്കുന്നു. റിപ്പോർട്ടർ TV MD ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ ആന്റോ അഗസ്റ്റിൻ. വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഒരു ദിവസം രാവിലെ 6 മണി 6:30 ആയി കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. ഷാജിക്കേൻ്റെ കോളാണ്. നമുക്ക് ഈ ഫുട്ബോളിന് എന്താ ചെയ്യാൻ പറ്റിയപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷാജിക്ക് എന്തും ചെയ്യും. കാരണം റിപ്പോർട്ടർ TV സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുക, കാര്യമായിട്ട് പറയാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് വന്ന ഐഡിയ ആണ്. കാരണം നമ്മുടെ എല്ലാ കോൺടെസ്റ്റിൻ്റെയും ആദ്യം വരുന്നത് എന്താണ്, ആദ്യം വരുന്നത് കാറാണല്ലോ. കിട്ടില്ല എന്ന് ഉറപ്പുള്ളതിന് ചോദിച്ചതാണ്. ഷാജിക്ക് ആ കാർ കൊടുത്താലോ? ശരി, കാർ കൊടുക്കാം. അപ്പം ഞാനൊരു മിനിമം കാറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കാർ കുറച്ച് വലിയ കാറായി, നല്ല കാറായി. പിന്നെ
പിന്നെ പുള്ളി ഇങ്ങോട്ട് പറയുകയാണ് നമുക്ക് കുറച്ച് TV കൊടുക്കാം, കുറച്ച് വാഷിംഗ് മെഷീൻ കൊടുക്കാം, ഇങ്ങനെ പറയുകയാണ്. ഞാൻ എല്ലാം എഗ്രി ചെയ്തു. നമുക്ക് കാരണം നമ്മളല്ലല്ലോ കൊടുക്കുന്നത്, ഷാജിക്കാണല്ലോ, അപ്പോൾ എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാം എഗ്രി ചെയ്തു. അത് മാത്രമല്ല, ഞാൻ ഈ കോൺടെസ്റ്റ് തുടങ്ങിയ സമയത്ത് റിപ്പോർട്ടർ കൂപ്പൺ കൊടുക്കാൻ ശ്രമിച്ചു. ഓരോ ബ്രേക്കിൻ്റെ ഇടയ്ക്കും ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 500 രൂപയായിരുന്നു അതിൻ്റെ പ്രൈസ്. കാരണം കുറേ കൂപ്പൺ ഉണ്ട്, കാരണം എവരി ബ്രേക്കിൻ്റെ ഇടയ്ക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഏകദേശം ഒരു 10, 60, 70 ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ കോൺടെസ്റ്റ് ആൾ QR കോഡ് സ്കാൻ ചെയ്തു ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, ഈ 500 രൂപ കുറഞ്ഞ പൈസയാണ്, നമുക്ക് 5000 കൊടുക്കാമെന്നുള്ളത്. അന്ന് തുടങ്ങി 5000 ആക്കി. അപ്പം റെഗുലറായിട്ട് നമ്മൾ ഈ പറയുന്ന ലോകകപ്പ് മത്സരത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാൻ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മൈജി ആയിരുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷം. ഞങ്ങൾ ഷാജിക്കാനെ റിപ്പോർട്ടർ സ്റ്റുഡിയോ കോംപ്ലക്സിലേക്ക് തന്നെ വരാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇവിടെ തന്നെ വന്നിത് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഒരു സ്ഥാപനം പോലെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ മൈജിയുടെയും റിപ്പോർട്ടറിൻ്റെ ഈ കോൺടെസ്റ്റ് നടത്താൻ കാരണമായതുള്ളത്. വലിയ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങളൊരു പിന്നെ ഇങ്ങനെ കോൺടെസ്റ്റ് നടത്തുന്നു എന്ന് തീരുമാനിക്കുകയും നമ്മൾക്ക് ആരെ വിളിക്കണം എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എറണാകുളത്തിൻ്റെ മന്ത്രി, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട കുറേ പ്രോഗ്രാമുകളുണ്ട്. കാരണം എല്ലാ വലിയ കോളേജുകളിലും പോയി, പുറത്തുള്ള കോളേജുകളിലും പോയി ഗംഭീരമായി വിദ്യാർത്ഥികളുമായി സംവാദിക്കുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു. വളരെ സന്തോഷം തോന്നി. അപ്പോൾ വളരെ എനർജിയോട് കൂടിയിട്ട് വളരെ ചെറുപ്പക്കാരനായി എന്താണ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടതെന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു മന്ത്രിയാണ് റോജി എം ജോൺ എന്നുള്ളതും, അത് എറണാകുളത്തിൻ്റെ മന്ത്രിയാണ് എന്നുള്ളതും. ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ആദ്യമായി ഒരു മടിയും കൂടാതെ റിപ്പോർട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞതിന് ഞങ്ങൾ വളരെ സന്തോഷം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈജിയുടെ ഒരു സ്റ്റാഫ് സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു മനുഷ്യ ഇങ്ങനത്തെ ആൾക്കാരെ? അത്ര കൂടെ നിന്നാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ടീമാണ്. വളരെ ഗംഭീരമായ ടീം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആൻഡ്രജി, ഇതെൻ്റെ സ്റ്റാഫല്ല, എൻ്റെ പാർട്ട്നേഴ്സാണ്. എനിക്ക് വേറെ പാർട്ട്നേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ഒന്നുമില്ല, എൻ്റെ റിയൽ പാർട്ട്നേഴ്സാണ് അവർ. ഗംഭീരം. കാരണം ഗംഭീര ടീമാണ്, ടീം വർക്കാണ്. കാരണം എല്ലാ കാലത്തും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, ടീം വർക്കാണ്. ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. മൈജിയും റിപ്പോർട്ടർ TVയും തമ്മിൽ കൈ കോർക്കുമ്പോൾ അതിന് കാരണക്കാരനായ ഒരാൾ കൂടിയാണ് ഞാൻ വെൽക്കം ചെയ്യുന്നു, ഞങ്ങളുടെ ചീഫ് റവന്യൂ ഓഫീസർ ഷിബു. വെൽക്കം സർ. മൈജിയും റിപ്പോർട്ടും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ഇന്ന് ഈ ബന്ധം കൂടുതൽ ശക്തമായതിൽ ഷാജിക്കാൻ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ഇങ്ങനൊരു കോൺടെസ്റ്റിൽ മൈജിയായിട്ട് പാർട്ട്ണർ ചെയ്ത് ഇത് ഫിഫ ആവേശം കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും എത്തിക്കാനുള്ള ഉദ്ദേശത്തെ കൂടി ഇതാണ് തുടങ്ങിയത്. വളരെയധികം പാർട്ടിസിപ്പേഷൻ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ 15 lakh പ്ലസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇതിൽ വിജയികളായ എല്ലാവർക്കുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. ഇനി ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയെ വിളിക്കാനുള്ള സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് ആ മേഖലയിൽ തന്നെ നവീനമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു, അതുപോലെ വിദ്യാർത്ഥി സൗഹൃദമായ സമീപനങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഏറെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ശ്രീ റോജി എം ജോൺ. വളരെയധികം സന്തോഷം. കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോള് വലിയൊരു ആവേശമാണ്. ഫിഫ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകം ഒരു ബോളിനോളം ചെറുതാവുന്നുവെന്നോ അല്ലെങ്കിൽ ആ ഒരു ബോള് ലോകത്തോളം വലുതാകുന്നോ എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആവേശത്തോടു കൂടി ഒരുപക്ഷെ ഇന്ത്യ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ കൂടിയും ഒരു പങ്കെടുക്കാത്ത രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ ഇത്രയധികം ആളുകൾ ഫുട്ബോളിനെ വളരെ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന മറ്റൊരു നാട് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ഈ ഫുട്ബോൾ ആവേശം അത് വാനോളം ഉയർത്താൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ TVയും മൈജിയും ചേർന്നുകൊണ്ട് ഇങ്ങനൊരു കോൺടെസ്റ്റ് നടത്തി. അതിൻ്റെ പാർട്ടിസിപ്പേഷൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ വിജയം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. 14 ലക്ഷം ആളുകൾ അതിൽ പങ്കെടുത്തു എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ നിന്നും 110ഓളം പേര് കൃത്യമായിട്ട് പ്രവചിച്ചു എന്ന് പറയുന്നത് ഒരു വലിയൊരു കാൽക്കുലേഷനാണ്. കാരണം ഫൈനലിൽ എത്തുന്ന ടീമുകൾ, ഗോളുകൾ ഒക്കെ കൃത്യമായിട്ട് പ്രവചിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവർ മുൻകൂട്ടി അർജന്റീന തോക്കുമെന്ന കാര്യം പറയാത്തതിലുള്ള വിഷമമുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ അരുണിനെ പോലെ തന്നെ ഞാനും ദുഃഖിതനാണ്. പക്ഷേ എന്തായാലും
അപ്പോൾ എന്തായാലും കോൺടെസ്റ്റിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾ അതുപോലെ വിജയികളായ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരിടും. ഞങ്ങളുടെ എഡിറ്റോറിയൽ ഒരു അംഗം കൂടി ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും പരിചിതൻ തന്നെയാണ്, എടുത്തു പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. PR സുനിൽ. ഏതായാലും വലിയ മത്സരമായിരുന്നു. ഇനി സമ്മാനം കൊടുക്കുന്ന നടപടിയിലേക്ക് പോകാം അല്ലേ? ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫുട്ബോൾ പ്രേമികൾക്കായി റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കിയ ഒരു മെഗാ ലോകകപ്പ് പ്രവചന മത്സരം, അതിൽ പങ്കെടുത്തവർ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നൊരു കണക്കാണ്. നമുക്ക് കേൾക്കുമ്പോൾ 14 ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തത്. കൃത്യമായി പറയുകയാണെങ്കിൽ 14,21,217 പേർ പ്രവചിച്ചു ആര് ജയിക്കും, അതുപോലെ ലോകകപ്പിൽ ഫൈനലിസ്റ്റുകൾ ആരാവും, ഗോൾ നിലയടക്കം പ്രവചിച്ചവരാണ് ഈ 14 ലക്ഷത്തിലധികം വരുന്നവർ. അതിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. നോക്കൂ, ഈ 3 ചോദ്യങ്ങൾ, ആ 3 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയിട്ടുള്ള 110 പേരിൽ നിന്നാണ് 4 ഭാഗ്യശാലികളെ ഞങ്ങൾ നറുക്കിട്ടെടുത്തത്. അപ്പോൾ നമുക്ക് അവർക്ക് സമ്മാനം നൽകുന്ന ചടങ്ങിലേക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കാം. റിപ്പോർട്ടർ മൈജി വേൾഡ് കപ്പ് വിന്നർ പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ 4ാം സമ്മാനമാണ് ആദ്യം നൽകുന്നത്. ആ 4ാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് കണ്ണൂർ സ്വദേശി വിനോദൻ സി ആണ്. വിനോദന് കിട്ടാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ ആണ്. അപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു വിനോദൻ സി. അദ്ദേഹത്തിനായി സമ്മാനം നൽകുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അടുത്ത വിജയ് 3ാം സമ്മാനം നേടിയ ആളെ പരിചയപ്പെടാനുള്ള സമയമാണ്. അദ്ദേഹത്തിന് ആ സമ്മാനം കൈമാറാനുള്ള സമയമാണ്. റിപ്പോർട്ടർ മൈജി മെഗാ ലോകകപ്പ് പ്രവചന മത്സരത്തിൽ 3ാം സമ്മാനമായ ടെലിവിഷൻ സ്വന്തമാക്കിയിരിക്കുന്ന ആ ഭാഗ്യശാലി ആരാണ്? കോഴിക്കോട് സ്വദേശി ഷഫീഖ് പാഷയാണ് ആ ഭാഗ്യശാലി. ഒരു നിറഞ്ഞ കൈയടി കൊടുക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇനി വിളിക്കാൻ പോകുന്നത് ആ 2ാം സമ്മാനം നേടിയിട്ടുള്ള ഭാഗ്യശാലിയെയാണ്. റിപ്പോർട്ടർ മൈജി മെഗാ ലോകകപ്പ് പ്രവചന മത്സരത്തിൽ റെഫ്രിജറേറ്റർ സമ്മാനമായി നേടിയ മലപ്പുറം സ്വദേശി അബ്ദുൾ മജീദിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആ ഗ്രാൻഡ് പ്രൈസ് അതിലേക്ക് കടക്കുന്നു നമ്മൾ. ആരാണ് ആ ഭാഗ്യശാലി അല്ലെ? എല്ലാവരും അതല്ലേ ചോദിക്കുന്നത്? കാരണം ഇത് കുറച്ചു പേർക്ക് അറിയാം, കാരണം നമ്മളിത് പ്രവചിച്ച കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീ വിനായക് മേനോൻ ഫ്രം മലപ്പുറം. ബമ്പർ സമ്മാനമായിട്ടുള്ള ടൊയോട്ട ഗ്ലാൻസ കാർ അദ്ദേഹത്തിനായി സമ്മാനം നൽകുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രി. സത്യത്തിൽ ഇങ്ങനെ പ്രവചിക്കുമ്പോൾ വിചാരിച്ചിരുന്നോ ഒരു കാറൊക്കെ അടിക്കുന്ന? സർപ്രൈസ് ആയി പോയല്ലേ? ഡോക്ടർ അരുൺകുമാർ അത് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ എവിടെ ഇരിക്കായിരുന്നു? സമയത്ത് മാത്രം അറിയുന്നത്. മോനാണ് ശരിക്കും പ്രൈസിനുടമ. അവൻ ന്യൂസിലാൻഡാണ്. അപ്പം പിന്നെ നമുക്ക് അറിഞ്ഞപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്മയെ പ്രാങ്കൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ആരെങ്കിലും വിളിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു പ്രാങ്കാണോ അറിയില്ല, അരുൺ സാറാണ് സംസാരിച്ചത്, എനിക്ക് സൗണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ചാനലുകാർ വീട്ടിൽ വന്നപ്പം റിപ്പോർട്ടറിൻ്റെ കാണിച്ചു കൊടുത്തു, ഇതേ പ്രാങ്കല്ല, ശരിയാണ്. സർ ഒരുപാട് നന്ദി നമ്മോടൊപ്പം ഇതിൽ പങ്കെടുത്തതിന്, പ്രവചിച്ചതിന്. കാരണം അത്രയും ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് താങ്കൾ. വലിയ ഭാഗ്യശാലിയാണ്. നമ്മുടെ ഈ ഒരു ചടങ്ങിലെ മുഖ്യ അതിഥികൾ 2 പേർക്കും ഉപഹാരം നൽകാനുള്ള സമയമാണ്. ഇരുവർക്കുമായി ഉപഹാരം നൽകുന്നത് ഞങ്ങളുടെ MT ആൻറ്റോ അഗസ്റ്റിനാണ്. ആദ്യം മിനിസ്റ്ററിന് ഉപഹാരം നൽകുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ചെറിയൊരു സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം പങ്കുചേർന്നതിന്. ഇതൊരു വലിയ ഉദ്യമമായിരുന്നു റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ച്. അതിന് മൈജി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളോട് കൈകോർത്തത്. അതിൽ വമ്പൻ ഭാഗ്യശാലികളെ നമ്മൾ കണ്ടു, അവർക്കുള്ള സമ്മാനങ്ങൾ നൽകി. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു.